എന്റെ കുറച്ച് നാളത്തെ ആഗ്രഹമാണ് ഒരു ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മളൊരു സെക്ഷൻ പോലെ തുടങ്ങണം. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയ്ക്ക് ഉടനീളം ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് തുടങ്ങുവാണ് സ്റ്റാർട്ടിങ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന എന്താണ് ക്യാമറ, എന്തൊക്കെ ഘടകങ്ങളാണ് ക്യാമറയ്ക്ക് ഉള്ളത്, അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തുടർന്നുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോർത്ത് പറയുന്നതായിരിക്കും. അപ്പം ഇതൊരു മിറർലെസ് ക്യാമറയാണ്. ടൈപ്സ് ഓഫ് ക്യാമറ ആദ്യമേ വിശദീകരിക്കാം. മറ്റേ SLR ക്യാമറ ഉണ്ട്, DSLR ഉണ്ട്, മിറർലെസ് ഉണ്ട്. SLR എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്തെ ക്യാമറകളാണ്. DSLR എന്ന് പറഞ്ഞ ഒരു മിട്ടാണ്. നമ്മളൊരു 20-നൊക്കെ മുമ്പ് ഈ മിറർലെസ് ഇറങ്ങുന്നതിന് മുമ്പത്തെ ഒരു മെക്കാനിസം ആണ് മിറർലെസ് ക്യാമറ, DSLR ക്യാമറ എന്ന് പറയുന്നത്. ഇത് മിറർലെസ് ക്യാമറ, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇനിയിപ്പം ഈ ഓൾഡ് കാലഘട്ടത്തിലെ ക്യാമറകളെ പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നും പോകാതിരിക്കുന്നത് ഏറ്റവും അറിഞ്ഞിരിക്കുക. പിന്നെ മിറർലെസ് ടെക്നോളജി, ഇപ്പോഴത്തെ നിലവിലുള്ള ടെക്നോളജിയും അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. SLR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ വരുന്നതിന് മുമ്പ് മിറർ, അതായത് ഫിലിമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഫിലിമിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ഫിലിം ഫോട്ടോസ് വരെ എടുക്കാം. അപ്പൊ ആ ഫിലിമിലേക്ക് കറക്റ്റായിട്ട് വരികയും അതിന്റെ അകത്ത് പതിക്കുന്ന ഫോട്ടോ പിന്നെ അത് ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി കഴുകി എടുക്കുകയൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര പ്രോസസ് ആയിരുന്നു. പിന്നെ അന്ന് ഫോട്ടോ എടുക്കണേ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് ഒരു ഫിലിം പോയാൽ അല്ലെ ഫിലിമിനകത്ത് പ്രകാശം തട്ടിയ ഫിലിം പോകും, അല്ലെ ഒരു ഫോട്ടോ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരുമെന്ന്. ഇപ്പൊ ഇതുപോലെ നമ്മൾ ലൈവായിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ കാണാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ മൊബൈലിൽ കാണാൻ പറ്റും. പാട്ട് അതൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടം. പിന്നെ അത് തന്നെയല്ല, ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത് ഡാർക്ക് റൂമിൽ കയറി കറക്റ്റായിട്ട് കഴുകി ടച്ച് ചെയ്ത് പ്രോസസ് ചെയ്തൊക്കെ എടുക്കണം. അങ്ങനെ കുറെ ഒരു പ്രോസസ് കൂടെയായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് DSLR എന്ന് പറഞ്ഞൊരു സംഭവം. DSLR എന്ന് ഡിജിറ്റലായി, അതായത് ഫോട്ടോ കയറുന്നത് മെമ്മറി കാർഡിലേക്കായി. ഫോട്ടോയുടെ എണ്ണം കൂട്ടാം, പിന്നെ അത് പ്രോസസ് ചെയ്യുക, എഡിറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് വന്നു. അത് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. പണ്ട് ശ്രീനിവാസന്റെ സിനിമയ്ക്കകത്തെ കണ്ടിട്ടുള്ളൂ. ഫിലിം ക്യാമറ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ആ പടം അതേപടി കിട്ടുന്നത്. പടം നമുക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷമേ പ്രോസസ് ചെയ്തതിന് ശേഷം കാണാൻ പറ്റുള്ളൂ. പക്ഷെ DSLR വന്നപ്പോഴത്തേക്കിനും ഒരു പടം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ണ് ചെരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പായി. അപ്പൊ അതുകൊണ്ട് റീ എടുത്തേക്കുകയും പിന്നെ അഥവാ ഇനി കണ്ണടച്ചാലും കണ്ണ് തുറപ്പിക്കാൻ ഫോട്ടോഷോപ്പ് പോലെയുള്ള ഒരു രീതിയിൽ, അതായത് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള സെറ്റപ്പ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നു, ഡാർക്ക് റൂമിൽ ചെന്നിട്ട് കഴുകുന്നു, അങ്ങനെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് DSLR യുഗം, അതായത് ഡിജിറ്റൽ യുഗം വന്നപ്പോഴത്തേക്കിനും ഫോട്ടോ എടുക്കുന്നു, അത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സെറ്റപ്പ്. അതായത് ഇച്ചിരി കളറോ ലൈറ്റും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഫോട്ടോഷോപ്പ് വഴി കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. അതാണ് DSLR യുഗം. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ബുദ്ധിമുട്ടുള്ള കാലഘട്ടം തന്നെയായിരുന്നു. എന്നാൽ ലൈറ്റും ഫ്ലാഷും അതുപോലെ തന്നെ ഫോട്ടോഷോപ്പും അതിന്റെ കമ്പ്യൂട്ടറും അതിന്റെ യുഗങ്ങളിലേക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. വെച്ചാൽ പെട്ടെന്ന് ഈ ഫിലിം ക്യാമറയിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുമ്പോൾ ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ ഫോട്ടോഷോപ്പ് പഠിക്കണം, ഇത്ര ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്യാൻ പഠിക്കണം എന്ന് വേണ്ട വളരെ പ്രശ്നം പിടിച്ച സാഹചര്യമായിരുന്നു ഫോട്ടോഗ്രാഫി അന്നും. അതിനുശേഷമാണ് ഈ മൊബൈലൊക്കെ വരാൻ തുടങ്ങി 13കളിലൊക്കെ 2007, 8, 9, 10 മൊബൈലുകൾ ഇറങ്ങി, ക്യാമറകൾ ആ രീതിയിൽ തന്നെ ഇറങ്ങുന്നു, അതിലേക്കാണ് പോകുന്നു. അതിനുശേഷം എനിക്കൊന്ന് 16-ലോ 17-ലോ മറ്റോ മിറർലെസ് ക്യാമറ ഇറങ്ങി. DSLR എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. പിന്നെ SLR-ന്റെ അകത്ത് ഫിലിം വരുന്ന, DSLR-ന്റെ അകത്ത് മെമ്മറി കാർഡ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ വ്യൂ ഫൈൻഡർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വ്യൂ ഫൈൻഡറിന്റെ അകത്തെ കാണുന്നത് ശരിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ട് അതേ തട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരുന്നു നമുക്ക് ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ വേണം ഫോട്ടോ എടുക്കാൻ. ഇപ്പൊ അത് മാറിയിട്ട് ഇങ്ങനെ ലൈവായിട്ട് ഫോട്ടോ എടുക്കുന്ന യുഗം വന്നു. ഇതും സെയിം സെറ്റപ്പായി. ഈ മിറർ എന്ന് പറഞ്ഞ ഇതിന്റെ അകത്തുള്ള സംഭവം ഉണ്ട്, അതെടുത്ത് കളഞ്ഞു. ഈ മിറർ ക്യാമറ ഇരിപ്പോഴാണ് ഞാൻ കാണിക്കാല്ല, ജസ്റ്റ് ഇമേജ് കേട്ട. ആ മിറർ കറങ്ങുന്നത് തന്നെ ഇതിന്റെ വലിപ്പം കുറഞ്ഞു, ക്യാമറകളെല്ലാം ചെറുതായി, കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കും ഇങ്ങനെ പഴയ ഫോട്ടോ ഇപ്പോഴും ഇങ്ങനെ എടുക്കും. ഈ നമുക്ക് ഇങ്ങനെ നോക്കിയെടുക്കാം. ചിലർ പറയുന്നുണ്ട് ഈ ഇത് അടച്ചു വെച്ചാൽ നല്ല ഫോട്ടോസ് കിട്ടും എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഈ ഒരു മിറർലെസ് ടെക്നോളജി വന്നുകൊണ്ട് നമുക്ക് ലൈവായിട്ട് ഇതേ കണ്ടുകൊണ്ടെടുക്കാം. അതുപോലെ പഴയ DSLR ക്യാമറയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുന്ന പടം ഒരു നമ്മുടെ വരുന്ന ഫോട്ടോസിനെ ആയി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെയല്ല, നമുക്കൊരു ഫ്രെയിം കാണാന്നുള്ളൂ. പക്ഷെ മിറർലെസ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ അകത്ത് കാണുന്നതും കിട്ടുന്ന പടമെല്ലാം സെയിം ആയി. അപ്പം ഞാൻ എന്റെ അറിവുകളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അതിന്റെ റിപ്ലൈ ഞാൻ പല രീതിയിലും തരുന്നതായിരിക്കും. ചിലരൊക്കെ എന്റെ വീഡിയോസ് കണ്ടിട്ട് വിളിച്ചു പറയാറുണ്ട്,
ചിലതൊക്കെ മാറിപ്പോയി, അല്ലെങ്കിൽ അത് ഞാൻ കറക്റ്റ് ചെയ്യാറുണ്ട് അവരുടേതായ തെറ്റിദ്ധാരണ ഉള്ളതൊക്കെ. ഞാൻ ചുമ്മാ സൂചിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നി ഞാൻ പറയുന്നതിന്റെ റോങ് ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അടുത്തത് പറയുന്നത് മിറർലെസ് ക്യാമറ ആണ്. DSLR എന്ന് പറഞ്ഞാൽ മിററിലുള്ള ക്യാമറ ആയിരുന്നു. SLR ഫിലിം ക്യാമറ, DSLR, ഇനി മിറർലെസ് എന്ന് പറഞ്ഞ ഈ ടെക്നോളജി. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ യുഗം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചു തരാം, നമ്മുടെ ഇരിക്കുന്നുള്ളതുകൊണ്ട്. ഇതാണ് ഇതിന്റെ സെൻസർ. ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പടം വരുന്നു, പിക്ചർ ആകുന്നു. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം വരുന്നത്. മിറർലെസ് ക്യാമറയുടെ ഒരു വരവോട് കൂടി നമുക്ക് ഫോട്ടോഗ്രാഫി വളരെയധികം കുറച്ചും കൂടെ DSLR-നേക്കാൾ എളുപ്പം. എന്ന് വെച്ചാൽ ISO ഒക്കെ വളരെയധികം കൂട്ടി. ISO എന്നൊക്കെ എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ പറയാം. ISO കൂട്ടി, പിന്നെ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടി, ഫോട്ടോയുടെ കണ്ടിന്യൂസ് ഷട്ടർ എന്നുള്ള സ്പീഡിൽ അടിക്കാനുള്ള കപ്പാസിറ്റികളൊക്കെ കൂടി, അങ്ങനെയൊക്കെ വന്നു. പിന്നെ പ്രൈസ് താരതമ്യേന കുറഞ്ഞു. പിന്നെ സോണി ക്യാമറയുടെ ആധിക്യം കയറി വന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. ഇത്രയൊക്കെയാണ് ക്യാമറകളെ പറ്റി പറയാനുള്ളത്. അതായത് DSLR, SLR, DSLR, മിറർലെസ് ഇപ്പൊ ഈ ഒരു ടെക്നോളജി വന്ന് നിൽക്കുന്നു. പിന്നീട് നമുക്ക് എന്താണ് ഇതിന്റെ ഘടകങ്ങൾ എന്ന് പറയാം. SLR-നെ പറ്റി പറയാൻ ഞാൻ പോകുന്നില്ല. മിറർലെസിനെ പറ്റിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ പറയാം. ഞാൻ എനിക്ക് തോന്നുന്നത് വേറെ വീഡിയോ ചെയ്തു. ഞാൻ ഈ മിറർലെസ് ക്യാമറയും അതിന്റെ ഘടകങ്ങൾ ഞാൻ വിശദീകരിക്കാം. ക്യാമറയ്ക്കുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കാം. ക്യാമറ പ്രധാനമായിട്ടും ഇത് ബോഡി പാർട്ട് എന്ന് പറയും, ഇത് ലെൻസ് പാർട്ട് എന്ന് പറയും. പിന്നെ ഇതിനകത്ത് സെൻസർ ഉണ്ട്, വ്യൂ ഫൈൻഡർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്. ബാറ്ററി മെമ്മറി കാർഡും ഇത് നമ്മൾ ഇട്ടിട്ടില്ല. ഇതിന്റെ ബാറ്ററി മെമ്മറി കാർഡുമാണ്. അപ്പം മിറർലെസ് ക്യാമറയ്ക്ക് വരുന്ന ലെൻസ് പാർട്ട്, ബോഡി പാർട്ട്, വ്യൂ ഫൈൻഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്റെ സെൻസറിന്റെ ഭാഗമാണ് ഇത് ഇവിടെ. നമുക്ക് പ്രൊഫഷണൽ ക്യാമറകളൊക്കെ എല്ലാവരും ചിന്തയാണ് ഇങ്ങനെ ഒരു കിറ്റായിട്ട് ആരെങ്കിലും കിട്ടുന്നത്. ശരിക്കും പ്രൊഫഷണൽ ക്യാമറകളൊക്കെ ബോഡി വേറെ, ലെൻസ് വേറെ, അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ലെൻസിനെ പറ്റി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അതില്ലാതെ ലെൻസിനെ പറ്റി പറയാം. ഇത്രയാണ് ബോഡി ക്യാമറ, ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ഇത് ലെൻസ്. പിന്നെ നമുക്ക് ഇട്ട് വെച്ചേക്കാം. ഇതിന്റെ അകത്ത് വരുന്ന ഇവിടെയാണ് മെമ്മറി കാർഡ് ഇടുന്ന സോട്ട് എന്ന് പറയും. ഇതിന്റെ അകത്താണ് ഫോട്ടോകൾ കിട്ടാൻ, അതായത് പതിയുന്ന ഭാഗം. സോണിയുടെ തന്നെ ഏറ്റവും പ്രീമിയം ഒരു മെമ്മറി കാർഡാണ്, ഏറ്റവും ടോപ്പ് എൻഡ്. ബേസ് മോഡലുകൾ ഒക്കെ ഉണ്ട്. മെമ്മറി കാർഡിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാം. ഇതൊരു സോണിയുടെ ടോപ്പ് എൻഡ് കാർഡാണ്, 8K റെക്കോർഡ് ചെയ്യാനുള്ള. മെമ്മറി കാർഡിലേക്കാണ് നമ്മുടെ പടമാണെങ്കിലും വീഡിയോ ആണെങ്കിലും പതിയുന്നത്. പിന്നെ ഇതിന്റെ പിന്നെ ബാറ്ററി, ഇതിനകത്ത് പിന്നെ വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞ ഭാഗവും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഭാഗം രണ്ടെണ്ണം ആരും. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും കാണാം, ഇവിടെയും ഫോട്ടോസും വീഡിയോസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, നോക്കിക്കൊണ്ട് ഫോട്ടോ എടുക്കാം. പണ്ടത്തെ ആ ടെക്നോളജി വെച്ച് നോക്കിയാൽ ഇതിന്റെ അകത്ത് കൂടെയും കാണുന്ന ഇമേജുകൾ സെയിം ആണ്. അതായത് ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ വെച്ചിരിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് നല്ല വെയിലത്തൊക്കെ ഇതിന്റെ അകത്ത് നോക്കി ഫോട്ടോ എടുത്താൽ നല്ല ആക്യുറേറ്റ് ഉള്ള പടങ്ങൾ കാണാൻ എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ സെൻസർ പാർട്ട് എന്ന് പറഞ്ഞു. സെൻസർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇതിലേക്ക് പതിക്കാനുള്ള, ഞാൻ അവിടെ വീഡിയോയിലേക്ക് വെച്ചേക്കുന്നതാണ് സെൻസർ കറക്റ്റായിട്ട് കാണിക്കാത്തത്. സെൻസർ പാർട്ട് എന്ന് പറയും. ഇതിന്റെ അകത്തൂടെ കയറി വരുന്ന ഭാഗം. ഈ ലെൻസും പല ടൈപ്പിലുള്ള ലെൻസുകളുണ്ട്. ഇതൊക്കെയാണ് ക്യാമറയുടെ ഘടകങ്ങൾ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സെൻസറാണ്. ഇത്രയാണ് വരുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ് കൊണ്ട് പടം വരയ്ക്കുക എന്നുള്ളതാണ്. ആ ലൈറ്റിങ്ങിലാണ് ഏറ്റവും എങ്ങനെയുണ്ട് പടം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കിട്ടുന്നതും വ്യക്തമാകുന്നതും. അതായത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു 1.8 അവിടെ 2-3 ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്, ബാക്ക് ലൈറ്റും ഒക്കെ. ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലൈറ്റിങ്ങിനെ പറ്റി പറയാം. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്താലേ നല്ല ഫോട്ടോസ് പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്താൽ കിട്ടുള്ളൂ. നിങ്ങൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയും ക്യാമറ ഫോട്ടോഗ്രാഫിയും രണ്ടാണ്. വെച്ചാൽ മൊബൈലിലെ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് ഒന്നും നോക്കിയില്ലെങ്കിലും നമുക്ക് അത് AI ഒരു സെറ്റപ്പാണ്. AI കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് പ്രോസസ് ആകും. സമയം നമ്മൾ പ്രൊഫഷണൽ ക്യാമറയിൽ മാനുവൽ മോഡിൽ ഇട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റപ്പ് കറക്റ്റായാലേ ഫോട്ടോ കിട്ടുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്യാമറകൾ, ഇപ്പം ക്യാമറ പാർട്സുകൾ, ഏകദേശം ക്യാമറ പാർട്സ് ഒക്കെ മനസ്സിലായി തോന്നുന്നു. ലെൻസ്, സെൻസർ, ബോഡിക്കകത്ത് സെൻസർ, വ്യൂ ഫൈൻഡർ, ഡിസ്പ്ലേ, മെമ്മറി കാർഡ്, ബാറ്ററി, ഇത്രയൊക്കെയാണ് ഒരു ക്യാമറയ്ക്ക് വരുന്ന ഘടകങ്ങൾ. ഈ ക്യാമറയുടെ മെക്കാനിസവും പ്രവർത്തനവും നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ കാണാം. പിന്നെ എനിക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കൊരു ട്രൈപോഡിൽ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായ പരിധികളുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇട്ടേക്കാം. ഇതൊരു സ്ട്രക്ചറായിട്ട് ഈ വീഡിയോസ് അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഒരു വീഡിയോഗ്രാഫറെ കിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്യാമറയെ കുറച്ചുകൂടി ആധികാരികമായിട്ട് ഔട്ട്ഡോറിൽ പോയി ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ക്യാമറ മൂവ് ചെയ്ത് ഇവിടെ അടുത്തേക്ക് ഇതാണ് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വീഡിയോഗ്രാഫറെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാത്തത്. അതിനോടാണ് ഇത്ര നാൾ നമ്മൾ വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തതിനായിട്ടും മാറ്റി പൊക്കോണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഷോട്ടുകളെ ആംഗിളുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ
ഞാൻ പറഞ്ഞു തരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോഗ്രാഫർ എടുത്ത് തന്നാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ള വീഡിയോഗ്രാഫറെ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇതൊരു ചെയ്യാതിരുന്നത്. അപ്പം ഞാൻ പിന്നെയും പറയുവാണ്, നിങ്ങൾക്ക് ക്യാമറ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്യാമറ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി റിലേറ്റഡുള്ള എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.